ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, ഇത്രയാണ് ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ സവാള നമുക്ക് ഇട്ട് കൊടുത്ത് സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിന് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, പച്ചമുളക് ഇത് രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കാവേ. ഇത് രണ്ടും കൂടി ഒന്ന് ബാക്കി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നോട്ടെ. ഏകദേശം ഈ ഒരു പരുവത്തിലെത്തി. ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ഓരോന്നിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ മസാലയാണ് ഇടുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മല്ലിപ്പൊടി എല്ലാം കുറേശ്ശെ വീതം മതി. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് വെള്ളം മതി. പിന്നെ നമ്മൾ ഞണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഞണ്ടിനകത്തുനിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഞണ്ടിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് ഒഴിക്കേണ്ട. ഞണ്ട് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഞണ്ട് ഇട്ടായിരുന്നു കേട്ടോ. ഇട്ട വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഞാൻ വറ്റിച്ചെടുത്ത് ചാറ് വേണമെന്നുള്ളവർക്ക് ഇച്ചിരി ചാറ് വെക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, നന്നായിട്ട് ഞാൻ കുറുക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.